മുസ്ലിം ലീഗ് അല്ലേ UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി എന്ന് പറയുന്നത്. അവരുടെ പരിപാടിയിൽ ഇന്നലെ PV അൻവർ വളരെ ഗംഭീരമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്താ ഒരു തമാശ കൂടി സംഭവിച്ചിട്ടുണ്ടല്ലോ. തമാശ കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. കൽപ്പറ്റയിലെ പനമരം പഞ്ചായത്ത് UDF-ന് കിട്ടിയിരിക്കുന്നു. എങ്ങനെയാണ് UDF-ന് പനമരം പഞ്ചായത്ത് കിട്ടിയത്? പനമരം പഞ്ചായത്തിൽ 11 UDF-ഉം 11 LDF-ഉം ആയിരുന്നു. അവിടെ പിന്നെ എന്താ പറയുക, ലോട്ടിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. ഇപ്രാവശ്യം ഒരാൾ LDF-ൽ നിന്ന് കൂറുമാറി UDF-ലേക്ക് വരുന്നു, ബെന്നി ചെറിയാൻ. അപ്പോൾ ആ ബെന്നി ചെറിയാൻ എന്ന് പറയുന്ന ആൾ UDF-ലേക്ക് കൂറുമാറുമ്പം എങ്ങനെയാണ് കൂറുമാറിയിരിക്കുന്നത്? തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നുകൊണ്ടാണ് കൂറുമാറിയിരിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് കേരളത്തിൽ UDF-ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു അംഗത്തിൻ്റെ പിൻബലത്തിൽ ഒരു പഞ്ചായത്ത് ലഭിച്ചിരിക്കുകയാണ്. അപ്പം ഇന്ന് രാവിലെ ഈ പറയുന്ന എടക്കരയിൽ നടക്കുന്ന പരിപാടിയിൽ PV അൻവർ വരുന്നത് ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് ഒരു പഞ്ചായത്ത് കൂടി കൊണ്ടുവന്നു എന്ന് പ്രസംഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ UDF-ലേക്കുള്ള അൻവറിൻ്റെ വരവെന്ന് പറയുന്നത് ഏറെക്കുറെ വളരെ എളുപ്പമായി കഴിഞ്ഞിരിക്കുന്നതാണ്.